ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോളുക. AI വെച്ചിട്ടുള്ള ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് AI വീഡിയോ ആണോ റിയൽ വീഡിയോ ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. AI വീഡിയോ ജനറേഷനിലെ ഏറ്റവും വലിയ അപ്ഡേറ്റുകളിൽ ഒന്നാണ് ക്ലിങ്ക് 3.0യുടെ അപ്ഡേറ്റ്. ഇതിൽ ഒരു വീഡിയോയിൽ മൾട്ടിപ്പിൾ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാരക്ടർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. 50 സെക്കൻഡ്സ് വരെയുള്ള വീഡിയോകൾ ക്ലിങ്ക് 3.0 ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ക്രിയേറ്ററിന് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ടുകൊള്ളുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഹിക്സ്ഫീൽഡ് AI ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഈ വെബ്സൈറ്റിൽ ഒരുപാട് AI മോഡൽസ് നൽകിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ക്ലിങ്ക് 3.0 ആണ്. അതിനോടൊപ്പം തന്നെ സോറ ഉണ്ട്, വിയോ ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ AI മോഡൽസും ഈ ഹിക്സ്ഫീൽഡ് AI ലഭിക്കുന്നുണ്ട്. അപ്പൊ ഹിക്സ്ഫീൽഡ് AI ക്ലിങ്ക് 3.0 ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് 3.0 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്നാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം വീഡിയോ സെക്ഷനിലേക്ക് വരിക. ക്ലിങ്ക് 3.0 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ക്ലിങ്ക് 3.0 സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് 3.0 ക്ലിങ്ക് 3.0 ഒമിനിയോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിങ്ക് 2.5 2.6 മോഡൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ക്ലിങ്ക് 3.0 ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള അതേ പരിപാടി തന്നെയാണ്. പ്രോപ്പർ ആയിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് ആയിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോകൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇവിടെ സ്റ്റാർട്ട് ഫ്രെയിമും എൻഡ് ഫ്രെയിമും കൊടുത്തുകൊണ്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനോടൊപ്പം താഴേക്ക് വരുമ്പോൾ ഇവിടെ സൗണ്ട് ഓൺ അതേപോലെ എലമെന്റ്സ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സൗണ്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ വീഡിയോയും ഓഡിയോയും ബ്ലെൻഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ക്ലിങ്ക് 3.0 ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓഡിയോയും വീഡിയോയും ബ്ലെൻഡ് ആയിരിക്കുന്നത്. അപ്പം ക്ലിങ്ക് 3.0 വന്നപ്പം ഫിസിക്സിലും ഇമോഷൻസിലും ഒക്കെ കുറച്ചധികം AI വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രയോജനം നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം സൗണ്ട് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതായത് ഞാൻ ഇവിടെ എന്റെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എഡിറ്റിൽ വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം. ഇതേപോലെ 3-4 പോസിലുള്ള ഫോട്ടോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് റീഡ് ചെയ്യാനും അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ AI മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അതിനുശേഷം നമ്മൾ അതിനൊരു പേര് കൊടുക്കുന്നു, പിന്നെ സേവ് ചെയ്യുന്നു. ഇത്രയും കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്ന് പുതിയ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒരു എലമെന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ താഴേക്ക് വരുമ്പോൾ മോഡൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അടുത്ത ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ നമുക്ക് 15 സെക്കൻഡ്സ് വരെയുള്ള വീഡിയോകൾ ഇനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വീഡിയോ ഹൊറിസോണ്ടൽ ആയിട്ടാണോ പോർട്രേറ്റ് ആയിട്ടാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. റെസൊല്യൂഷൻ HD ആണോ ഫുൾ HD ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനിയും നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടില്ല. പ്രോംപ്റ്റ് ഒരെണ്ണം നമുക്കിവിടെ എൻ്റർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ഇതേപോലെ മൾട്ടിപ്പിൾ സീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ സീനിലുള്ള ഇപ്പോൾ ഒരാൾ നടന്നു വരുന്ന ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ജനറേറ്റ് ആക്കി എടുക്കാം. ഇനി പല ആംഗിൾ ഒരാൾ നടന്നു വരുന്നു പക്ഷെങ്കിൽ അത് പല ആംഗിളിൽ നിന്ന് ഉള്ള സീൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ പ്രോംപ്റ്റുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിലേക്ക് ഇപ്പൊ ഞാൻ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അവതാർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ഇൻപുട്ടാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത് എലമെന്റ്സ് എന്ന് പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ ഇവിടെ സിനിമാറ്റിക് സീൻ ഓഫ് മാൻ വാക്കിംഗ് സ്ലോലി ത്രൂ സ്നോ അങ്ങനെ ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് നമുക്ക് നമ്മളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് എപ്പോഴും ഓരോ പ്രാവശ്യവും നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി എലമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് എവിടേക്കാണ്
അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യണം. ജസ്റ്റ് എലമെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല പേരുകളിൽ നമുക്ക് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷിജോ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ട് യൂസ് എലമെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു എലമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ എലമെന്റ് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ മാറ്റി വെക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ എലമെന്റ് കൊടുക്കേണ്ടത് അവിടെ ഈ രീതിയിൽ എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടികളും ഇല്ല. ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഇത്രയും സിമ്പിൾ ആണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചുള്ള വീഡിയോ ഇവിടെ ജനറേറ്റ് ആവും. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സീൻസ് ഉള്ള വീഡിയോ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, മൾട്ടി ഷോട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് ഓൾറെഡി ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള പ്രോംപ്റ്റുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ പ്രോംപ്റ്റ് നമുക്ക് ChatGPT വെച്ച് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ആംഗിൾ വേണോ അത് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ ഞാൻ 3 ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഒരുപാട് ആംഗിളിൽ നിന്നുള്ള ഷോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് ഷോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഷോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോട്ട് 4, ഷോട്ട് 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പ്രോംപ്റ്റുകൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിട്ടിലൻ വീഡിയോകൾ ഈ ഒരു AI വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു AI മോഡൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇതിന്റെ സൗണ്ടും അതേപോലെ തന്നെ ഇതിന്റെ വിഷ്വലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ബ്ലെൻഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ഇമോഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വീഡിയോകൾ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ഏത് രീതിയിലുള്ള വീഡിയോകൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു കിടിലൻ ഫീച്ചർ ഉണ്ട്, AI ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ക്രിയേറ്റേഴ്സ് ഇടുന്നുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ ഈ ഒരു ക്ലിങ് 3.0 അല്ലെങ്കിൽ ക്ലിങ് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. AI വീഡിയോസ് ആണ്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് AI ഇൻഫ്ലുവൻസർ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ AI വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനോ അതിലൂടെ ഏൺ ചെയ്യാനുള്ള പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ഓഫറിലൊക്കെ നമുക്ക് ഇതിന്റെ പ്ലാനുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഈ ക്ലിങ് 3.0 ലോഞ്ച് ചെയ്തിട്ട് അധികം ദിവസമൊന്നും ആയില്ല, 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനീഷ്യൽ ലെവലിൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ യൂസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ആ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.